നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഓപ്ഷൻ, നമ്മുടെ വിൻറ്ററിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജി. ആ ഒരു സ്ട്രാറ്റജി ബേസ് നമുക്ക് ഓപ്ഷൻ ട്രേഡിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഒരു പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ചാർട്ടാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ ചെയിൻസ് അവൈലബിൾ ആണ്. ഇതുണ്ട്, ഇതിപ്പോൾ നിഫ്റ്റിയുടെ, അതുപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും കിട്ടുമേ. അപ്പം നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് ആഡ് ചെയ്തിടാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് സ്ട്രൈക്കുകൾ ആഡ് ചെയ്താലും സിഗ്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേഷൻ വന്നോളും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് 24,400 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ബൈ സിഗ്നൽ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഗ്രീൻ കളറിൽ അപ്പാരാണ് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷന്. ബൈ കാണിച്ചിട്ട് 201.25, അതായത് നമുക്ക് ആ ലെവലിൽ കിട്ടും. ഏത് ലെവലിലാണ് ആ പ്രീമിയം ബൈ ചെയ്യേണ്ടത്, ഏത് ലെവൽ വരുമ്പോൾ അത് എക്സിറ്റ് കൊടുക്കണം എന്നുൾപ്പെടെ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അതുപോലെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ കാണിച്ചു തരും. അതുപോലെ നമുക്ക് റീ എൻട്രി എടുക്കണമെങ്കിൽ കാരണം ഒരു കണ്ടിന്യൂസ് ട്രെൻഡ് വരുമല്ലോ. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം മാർക്കറ്റ് ഒരു കണ്ടിന്യൂ ട്രെൻഡ് വൺ സൈഡ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോഴത്തേക്കും ഇത് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ട്രൈക്കുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും സിഗ്നൽ വരുമ്പോൾ തന്നെ പോപ്പപ്പ് മെസ്സേജ് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് കൺഫേം ആണോ നോക്കുക മാത്രമാണ്. കൺഫർമേഷൻ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. സിഗ്നൽ വന്നു കഴിയുമ്പോൾ ആരോ വന്നതിന് ശേഷം താഴത്തോട്ട് നോക്കുക. പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കും. അതുകൊണ്ട് ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. 2 കൺഫർമേഷൻ മതി. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എടുക്കാം നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ഇതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ് മാത്രമാണ്. ട്രേഡ് എല്ലാം നമ്മുടെ ട്രേഡിംഗ് ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ചെയ്യേണ്ടത്. 201.25 നമുക്ക് സിഗ്നൽ കിട്ടി. 221, 237, 253, അത് ഈ 3 എക്സിറ്റ് ലെവലും ആണ്. സോഫ്റ്റ് കാണിച്ചിരുന്ന എക്സിറ്റ് ലെവൽ ഇതാണ്. ഈ എക്സിറ്റ് ലെവൽ കഴിഞ്ഞ ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത ശേഷം നമുക്ക് രണ്ടാമതൊന്ന് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് സ്റ്റാർ കാണാം, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. റെസിസ്റ്റർ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ചിട്ട് രണ്ടാമത് നമുക്ക് ഇതിനകത്ത് റീ എൻട്രി ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല വീഡിയോസ് ഇട്ടുണ്ട്. നമ്മുടെ മെയിൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ സിഗ്നൽ. അപ്പം ഇതിപ്പോൾ ഞാൻ പുട്ടെടുക്കുക, അപ്പം നമുക്ക് അവിടെ സെൽ സിഗ്നൽ, നിഫ്റ്റിയുടെ സെൽ സിഗ്നൽ കിട്ടും. അപ്പം നിഫ്റ്റിയുടെ സെല്ല് പോയ റേറ്റ് ഏതാണെന്നുള്ളത് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടിൽ കാണിച്ചു തരും. ആ റേറ്റിനനുസരിച്ചുള്ള സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ വഴി നമ്മൾ ലൈവ് ഡെമോ കൊടുക്കുന്നുണ്ട്. ആ ഡെമോൺസ്ട്രേഷൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.